ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് 22/2/2025 ആണ്. അതായത് ഈ ഒരു അവസാന ഡേറ്റ് അടുത്തിരിക്കെ RRBയുടെ സൈറ്റിൽ ചില പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് അപേക്ഷിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ആധാർ ഒതന്റിക്കേഷന്റെ OTP പിന്ന് വരുന്നതായിട്ട് ബന്ധപ്പെട്ടും ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് RRBയുടെ മാത്രം പ്രശ്നമല്ല, പലപ്പോഴും SSCയിലും വരാറുണ്ട്. കാരണം അമിതമായിട്ടുള്ള ട്രാഫിക് ഈ സൈറ്റുകളിലേക്ക് വരുമ്പോൾ ഇത് താങ്ങാൻ പറ്റാതെയാണ് പലപ്പോഴും ആപ്ലിക്കേഷൻ വിൻഡോയിൽ ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് ഒരു മാർഗമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ സൈറ്റിൽ കയറി നമ്മുടെ ഗ്രീവൻസ് ഫയൽ ചെയ്താൽ നമുക്ക് അപേക്ഷിക്കാനുള്ള ഡേറ്റ് സൈറ്റുകൾ നീട്ടിത്തരാറുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കും ആ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടതുണ്ട്. കാരണം അപേക്ഷിക്കുക എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളായ നമ്മളുടെ ആവശ്യമാണ്. മാത്രമല്ല, ഇത്തവണ 36 വയസ്സ് വരെയുള്ളൊരു ഏജ് ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ മാസിന് അവസാനമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചാൻസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാസികമായിട്ട് നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ആ ഒരു മാർഗത്തിലൂടെ നമ്മൾ എല്ലാവരും കൂട്ടായി ശ്രമിച്ചാൽ നമുക്ക് ഈ അപേക്ഷിക്കാനുള്ള 22 എന്നുള്ള ഡേറ്റ് റെയിൽവേ RRB നമുക്ക് നീട്ടിത്തരുന്നതാണ്. നമുക്ക് അതെങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെന്നൈയുടെ സൈറ്റിലാണ്, RRB ചെന്നൈയുടെ സൈറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ധാരാളം ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടും മോക്ക് ടെസ്റ്റ് അങ്ങനെയുള്ള പല ലിങ്കുകൾ കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ റൈറ്റിലായിട്ട് നമുക്ക് കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ പ്രധാനപ്പെട്ട കോണ്ടാക്ട് ചെയ്യേണ്ടുന്ന ഡീറ്റെയിൽസിലേക്കാണ്. ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്, ഫാക്സ് ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് നമ്മളുടെ ഗ്രീവൻസ്, നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുക. നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു മാർഗം ഉണ്ടായാൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേയിൽ ആകമാനം ഈ ഒരു കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും RRB നമുക്ക് ഈ ഒരു ഡേറ്റ് നീട്ടിത്തരുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട്. ഇതിനു മുമ്പും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ അനുഭാവപൂർവമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇത് ചെയ്യാൻ തയ്യാറാകണം. അതിലൂടെ നമുക്ക് ഒരു വലിയ ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇത് ചെയ്യുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.